അയ്യോ എൻ്റെ പൊന്നു സഹോദരൻ എന്നെ വിട്ടാലും ഞാനില്ല എന്ന് ആദ്യമായിട്ട് ഒരു പടത്തിന് പറയുന്നത്. ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നേരത്തെ സ്ക്രിപ്റ്റ് കിട്ടി. ഒറ്റ പ്രാവശ്യം വായിച്ചപ്പോഴേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കഥ മനസ്സിലായി. നമ്മൾ പണ്ട് വീട്ടുകാരൊക്കെ പറയുന്നത് കാശ് കൊടുത്ത് കഴിക്കുന്ന പട്ടി വാങ്ങിക്കണമെന്ന് വിളിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലാണ്. നമ്മൾ ഈ കരയാതെ കരഞ്ഞുകൊണ്ട് എന്തിനാ 45 ദിവസം സിനിമ കണ്ടപ്പോൾ 2 മണിക്കൂറിനകത്ത് തീർന്നു. 45 ദിവസം ഇവിടം വരെ വെള്ളവും ഈ കരയാനും പാടില്ല, ഈ ഡെഡ് ബോഡിയും കണ്ടുകൊണ്ടിരിക്കണം. അയ്യോ എൻ്റെ പൊന്നു സഹോദരൻ എന്നെ വിട്ടാലും ഞാനില്ല എന്ന് ആദ്യമായിട്ട് ഒരു പടത്തിന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ വളരെ വൈരുദ്ധ്യമായിട്ട് വളരെ അപൂർവമായിട്ടേ വരത്തുള്ളൂ. കോമഡി ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഒട്ടും സങ്കീർണത ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ഉള്ളൊഴുക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ളൊരു സംസാരിക്കണം. കോമഡി സിനിമകൾ ചെയ്യുമ്പോൾ വളരെ കോമഡി സംസാരിച്ചു, അങ്ങനെയൊന്നുമില്ല. ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് പെർഫോം ചെയ്ത് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഒരാളിനെ ചിരിപ്പിക്കാൻ പ്രത്യേകിച്ച് മലയാളിയെ ഭയങ്കര പാടാണ്. എങ്ങനെ ചിരിക്കാതിരിക്കാമെന്ന് വീട്ടിൽ നിന്ന് തീരുമാനിച്ചിറങ്ങുന്ന ആൾക്കാരെ 4 പല്ല് കാണിക്കണോ അതോ ഇച്ചിരിയുടെ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയിപ്പിച്ചെടുക്കാൻ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികളെ പറയുക. അപ്പോൾ അതും സങ്കീർണമാണ്. ഈ സ്ലാപ് ചെയ്യുക, ആ ടൈമിങ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഞാൻ പെർഫോം ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും പെർഫോം ചെയ്യണം. ഞാനാണ് ആക്ഷൻ എങ്കിൽ നിങ്ങളാണ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഈ കോമഡി വേസ്റ്റ്. ഇപ്പോൾ സങ്കീർണത കൂടുതൽ അവിടെയാണ്. കരയിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് കോമഡി ചെയ്യുന്ന പോലെ അത്രയും വലിയ സങ്കീർണത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബുദ്ധിമുട്ട് ശരിക്കും ഹ്യൂമർ. അത് ഹ്യൂമർ ആണെന്ന് തോന്നിപ്പിക്കാതെ വളരെ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് സങ്കീർണത കൂടുതൽ.